സമരങ്ങളുടെ ഇന്ത്യയിൽ കാശ്മീർ എന്നോ കന്യാകുമാരി എന്നോ ഗുജറാത്ത് എന്നോ അരുണാചൽ എന്നോ പ്രാദേശിക ഭേദമില്ലാതെ സമരങ്ങൾ നടക്കുകയാണ്. പല കൂട്ടം ആളുകൾ ചേർന്ന് പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാർഷിക ദുരിതം ഉന്നയിച്ച് വിഖ്യാതമായ കർഷക സമരം മുതൽ പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും പൗരത്വ രജിസ്റ്ററിൽ പേരില്ലാത്തതിനെതിരെയും സംസ്ഥാന പദവിക്ക് വേണ്ടിയും എന്തിന് ഗവർണറുടെ ഇടപെടലിന് എതിരെ വരെ. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യധാര മനഃപൂർവ്വം അവഗണിച്ച മറ്റൊരു സമരം അങ്ങ് ലഡാക്കിൽ നടക്കുന്നത്. സോനം വാങ്ചക് എന്ന പേര് ഈ സമരത്തിൽ മുൻപന്തിയിലുണ്ട്. സോനം വാങ്ചക് എഞ്ചിനീയർ, ഇന്നോവേറ്റർ, എഡ്യൂക്കേഷൻ റിഫോമിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. മാത്രവുമല്ല, പ്രശസ്തമായ 3 Idiots എന്ന ചിത്രത്തിലെ അമീർ ഖാൻ ചെയ്ത കഥാപാത്രം ഇദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതിനൊക്കെ അപ്പുറം പ്രാധാന്യമുള്ളതാണ് സോനം വാങ്ചക്കിൻ്റെ സമരം. ഈ മാസം 6-ാം തീയതി തുടങ്ങിയ സമരം 22 ദിവസം പിന്നിട്ട് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അനേകായിരം മനുഷ്യർ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് കഴിഞ്ഞ ജനുവരി 26-ന് ഇതേ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് -40°C തണുപ്പിൽ അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം വാങ്ചക് നടത്തിയ സമരങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ഭരണകൂടം വീട്ടുതടങ്കലിൽ പ്രവേശിപ്പിക്കുകയും ഫിയാങ്ങിലെ HIL ക്യാമ്പസിലേക്കുള്ള പ്രവേശനാനുമതിയും ഗർത്തുംഗ്ലയിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതിയും നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ എന്തിനാണ് വാങ്ചക് ഉൾപ്പെടെയുള്ള മനുഷ്യർ സമരം നടത്തുന്നത്? എന്താണ് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ പശ്ചാത്തലമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം 2019-ൽ മോദി ഗവൺമെൻറ് കൊണ്ടുവന്ന ചില മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 2019-ൽ മോദി സർക്കാർ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ ലഡാക്ക് എന്നും കാശ്മീർ എന്നും 2 പേരുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളായി തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയമായും ഭൂമിശാസ്ത്രപരമായും സെൻസിറ്റീവായ ഈ പ്രദേശം ഇതിനെ ക്രിയാത്മകമായല്ല സ്വീകരിച്ചത്. ലഡാക്കിലെ ഭൂരിഭാഗവും കാർഷിക ഭൂമിയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമാണ്. കാർഷിക ജീവനങ്ങളിലാണ് മനുഷ്യർ കൂടുതലും ആശ്രയിച്ചിരുന്നത്. പ്രത്യേക പദവി റദ്ദ് ചെയ്തത് ഈ മേഖലയിലേക്ക് പുറമേ നിന്നുള്ള കടന്നുകയറ്റത്തിനും ഭൂമിയുടെ പരിവർത്തനത്തിനുമുള്ള സാധ്യതകളും തുറന്നു കൊടുക്കുകയുണ്ടായി. ഇതൊരു ഭീഷണിയായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ കണക്കാക്കുന്നത്. സോനം വാങ്ചക് ഉൾപ്പെടെയുള്ള സമരക്കാരും പ്രതിഷേധകരും ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഇവയൊക്കെയാണ്. അവരുടെ പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നത് ലഡാക്കിന് സംസ്ഥാന പദവി നൽകുക എന്നതാണ്. ഇതുവഴി അവർക്ക് കൂടുതൽ സ്വയം നിർണയാവകാശങ്ങൾ ലഭിക്കും. അവരുടെ ഭൂമി, തദ്ദേശീയ ജോലികൾ, അനുബന്ധ വിഭവങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും പ്രധാന ഡിമാൻഡുകളിൽ ഒന്നാണ്. ലേക്ക് കാർഗിൽ ജില്ലകൾക്ക് ഓരോ പാർലമെന്ററി സീറ്റ് വേണം എന്നതും ആവശ്യങ്ങളിലുണ്ട്. ഏകദേശം 97% ലഡാക്ക് ജനവിഭാഗങ്ങളും പട്ടികവർഗ ജനവിഭാഗങ്ങൾ അഥവാ ഗോത്രവർഗത്തിൽ പെടുന്നവരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഗോത്രവർഗങ്ങൾക്കും അവരുടെ ഭൂവിഭവങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട്. ഈ സംരക്ഷണം ലഭിക്കാൻ ലഡാക്കിനെ 6-ാം പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നതാണ് അവരുടെ മറ്റൊരു ഡിമാൻഡ്. സീനിയർ ഗവൺമെൻറ് പോസ്റ്റുകളിലേക്ക് തങ്ങളിൽപ്പെട്ട ആരും എത്തുന്നില്ലെന്നും ജോലികൾ പുറമേ നിന്നുള്ളവർ കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതകളെയും അവർ ഭയക്കുന്നുണ്ട്. സെപ്പറേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതും അവരുടെ ആവശ്യമാണ്. സോനം വാങ്ചക് ഉൾപ്പെടെയുള്ളവർ ലഡാക്കിൻ്റെ പരിസ്ഥിതി ലോലതയും അവിടെ നടക്കാനിടയുള്ള നഗരവൽക്കരണത്തെയും ശക്തമായി എതിർക്കുന്നുണ്ട്. തദ്ദേശവാസികളോട് പറയാതെയും ചർച്ച ചെയ്യാതെയും കൊണ്ടുവന്ന 13 ഗിഗാവാട്ടിൻ്റെ പ്രൊജക്റ്റ് അന്യായമാണെന്നാണ് സോനം വാങ്ചക് ആരോപിച്ചിരിക്കുന്നത്. ഇത്രയും ആവശ്യങ്ങളുമായി ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് 22 ദിവസം പിന്നിടുമ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ നിരാഹാര സമരമാണ് താൻ നടത്തുന്നതെന്ന് വാങ്ചക് പറയുന്നു. സ്വാർത്ഥമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുറവിളി കൂട്ടുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ തൻ്റെ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി, വരും തലമുറയുടെ സ്വസ്ഥമായ ജീവിതത്തിനു വേണ്ടി വാങ്ചക് തുടങ്ങിയ ഈ പോരാട്ടം ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയായി മാറട്ടെ. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ സമരം വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.